ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റവാപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഡിന്നറിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അപ്പമാണ്. ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് റവ ആയാലും കുഴപ്പമൊന്നുമില്ല. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ അപ്പത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്ത വെള്ളം ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് കേട്ടോ, അധികം തണുത്ത വെള്ളമല്ല, ചെറിയൊരു ചൂട്ടോട് കൂടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് ഞാനിതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല, കുറച്ചൊന്നൊന്ന് വീർത്ത് വരണം. അത് പെട്ടെന്ന് തന്നെ വീർത്ത് വരും റവയായ കാരണം തന്നെ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കാം. ഭയങ്കരമായിട്ട് ടൈറ്റ് ആണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ അപ്പത്തിൽ വെള്ളയപ്പത്തിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിലായിരിക്കണം ബാറ്ററി വേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അതേ ഇതുപോലെ നല്ല ബബിൾസൊക്കെ വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി കഴിയുമ്പോൾ അതിൽ നിന്നൊരു തവി ഒഴിച്ച് ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി കൊടുക്കുക. അധികം അങ്ങോട്ട് തിന്നായിട്ട് വറുത്തണ്ട, ചെറിയൊരു കട്ടിക്കായിരിക്കണം ഈ അപ്പം ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിൻ്റെ മേലെ ചെറിയ ബബിൾസൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു സൈഡ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം എന്നില്ല കേട്ടോ. നമ്മൾ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കുന്ന വെള്ളയപ്പം ചട്ടിയിൽ ഈ ബാറ്ററി കോരി വെച്ചിട്ട് സാധാരണ നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുന്ന മോഡലിലും ഇത് ഈ ബാറ്ററി യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ റവപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്